എടാ നിവിനെ, നിനക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ ഞാൻ മുംബൈയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നിനക്ക് ഡേറ്റ് ചെയ്യാൻ, അവൻ നിന്നെ ഡേറ്റ് ചെയ്തോളും, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് നിവിൻ്റെ അടുത്ത് ജിസേൽ പറയാണ്. അപ്പോൾ അക്ബർ ഇതിൻ്റെ അടുത്തിരിപ്പുണ്ട്. അക്ബർ ഒന്ന് ഞെട്ടി. നിവിന് ബോയ് ഫ്രണ്ട് എന്ന് തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, നിവിന് ബോയ് ഫ്രണ്ടിനെ ഒപ്പിച്ച് കൊടുക്കാമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പം നിവിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എനിക്ക് ബോയ് ഫ്രണ്ട് വേണ്ട, എനിക്ക് ഗേൾ ഫ്രണ്ട് മതി. പക്ഷേ ഓൾറെഡി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഈ വിഷയത്തിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് നിവിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ജിസേലും അക്ബറും കൂടെ ചെറുതായിട്ട് കുത്തി ചോദിക്കുന്നുണ്ട്. ജിസേലാണ് കൂടുതലും ചോദിക്കുന്നത്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പം നിവിൻ അവിടെ നിന്ന് മറ്റേ നമ്പർ ഇറക്കുകയാണ്. നമ്മുടെ പൂഞ്ഞിക്കര ചെമ്പ് പൊക്കുന്ന ഒരു വീട് കണ്ടിട്ടുണ്ടല്ലോ, എന്തോ ഞാൻ ദാ വരണമെന്ന് പറഞ്ഞ് പോകുന്നൊരു രംഗമുണ്ടല്ലോ, അതേ സെയിം മൊമെൻ്റ് തന്നെയാണ് ജിസേൽ നിവിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ചോദിച്ചപ്പം സംഭവിച്ചത്. നിവിൻ എന്തോ ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് വേറെ ആരോ വിളിച്ചു എന്ന രീതിയിൽ നിവിൻ അങ്ങ് പോവുകയാണ്. ആദ്യം ജിസേലിന് മനസ്സിലായില്ല. ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എടാ ഇവൻ കള്ളം പറഞ്ഞു പോയതല്ലേ, ഇവനെ ആരും വിളിച്ചില്ലല്ലോ എന്ന് അക്ബറിനോട് ജിസേൽ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് നിവിൻ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരും പറയുന്നു, ഓക്കെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ജിസേൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, എനിക്കൊരു മല്ലു ചെക്കനെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ട്രൈ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അക്ബർ അവിടെ ഇരുന്ന് അവിടെ ബിഗ് ബോസ് വീട്ടിലുള്ള പലരുടെയും പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉനീലുണ്ട്, അപ്പം അപ്പുറത്ത് നിന്ന് നിവിൻ പറയുന്നുണ്ട്, ആര്യനുണ്ട്. അപ്പോൾ അക്ബർ ഉനീലിനെ പറ്റി അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി. അവൻ നന്നായിട്ട് കുക്ക് ചെയ്യും, അവൻ അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ ഉനീലിൻ്റെ കുറേ പോസിറ്റീവ് സൈഡ് ജിസേലിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ആ ഒരു സംസാരം പയ്യെ ഒരു ജിസേലിൻ്റെ ഒരു ലവ് ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിൻ്റെ നൈറ്റ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.